എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ പറയട്ടെ, നട്ടുച്ച നേരമായപ്പോൾ ഗുഡ് മോർണിംഗ് കൊണ്ട് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമേരിക്കൻ ടൈം. അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ആരാന്ന് രാവിലെ എഴുന്നേൽക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ പതിവ് പോലെ തന്നെ നല്ല സുഖത്തിന് കിടന്നുറങ്ങി. ഇന്നലെ നട്ടപ്പാതിരായെന്ന് കിടന്നുറങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ താമസിച്ചല്ലേ എഴുന്നേൽക്കുള്ളൂ. അത് തന്നെയല്ലേ എത്ര നാൾ കൂടിയെന്നറിയോ വീക്കെൻഡിലൊരു അവധി കിട്ടുന്നേ. അങ്ങ് സുഖത്തിനങ്ങ് ഉറങ്ങി തീർത്തു. സത്യം പറഞ്ഞൊരു 10 എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ 12 മണി പകച്ച് പണ്ടാരടങ്ങിപ്പോയി. ഇത് ഇന്നലെ ഉണ്ടല്ലോ, ജോലി കഴിഞ്ഞ് എന്നോടൊരാൾ വണ്ടിയെ കയറാൻ പറഞ്ഞതാണേ. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണെന്നോ ഞാൻ ചോദിച്ചില്ല. വണ്ടി എങ്ങാണ്ടോട്ടോ പോയി. ഞാൻ വണ്ടിയിലിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണേ, ജോലി കഴിഞ്ഞ് മടുത്ത് കുത്തി വരുമ്പോൾ എന്നെ പൊക്കി പിടിച്ചൊരിടത്തും പോരുതെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ. പിന്നെ സമാധാനപരമായ അന്തരീക്ഷത്തിന് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ മാർഗം. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് കലീദിയ മോളിലോട്ടാണ്. ഒത്തിരി നാളായിരുന്നു കലീദിയയിലോട്ടൊക്കെ പോകും. ഇപ്പോൾ ശരിക്കും വിൻ്റർ സീസൺ ആയതുകൊണ്ടേ ഈവനിങ്ങിലൊക്കെ പുറത്ത് പോകാൻ നല്ല രസമല്ലേ, നല്ലൊരു വൈബല്ലേ. നല്ല തണുപ്പും, നല്ല തണുപ്പ് തന്നെ മുടിഞ്ഞ തണുപ്പല്ലേ, എന്നാലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ജേഡിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അതിന് റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് രണ്ടും കൂടെ പോയതാണ്. കുറേ ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്. എന്തൊക്കെയോ വലിയ വലിയ പ്ലാനുകളാണ് അപ്പനും മോനും. നമുക്ക് പിന്നെ ജോലി ആയതുകൊണ്ട് ആ സെക്ഷനിലൊന്നും നമ്മൾ കയറി ഇടപെട്ടില്ല കേട്ടോ. വാങ്ങിക്കാതിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി കലീദിയ മോളിൽ വന്നേ. നമ്മളങ്ങനെ റെയറായിട്ട് പോകുന്നൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ലേ, ഇതിനകത്ത് ഒത്തിരി വലിയ ഷോപ്സുകളില്ല. അതുകൊണ്ടാണ്, അതല്ല ഞാൻ ഇതിനകത്തൂടെയും പാറ് നടന്നേ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോയത് കൊണ്ടും വണ്ടിയിലിരുന്നത് കൊണ്ടും എനിക്ക് കൈക്കൂലിയായിട്ട് ഒരു ബെപ്സി കിട്ടി. ബെപ്സി. അപ്പോൾ ശരി, പോയിച്ചും വരാം.